ഞാൻ അന്ന് കാണിക്കാൻ പോണത് ക്രൊസൻസ് ആണ്, അതും ചോക്ലേറ്റ് ഫിൽഡ് ആയിട്ടുള്ള ക്രൊസൻസ്. ഞാൻ എടുത്തത് ന്യൂട്ടോക്ക എന്ന് പറഞ്ഞിട്ടുള്ള 5 ഫിൽഡ് ക്രൊസൻസ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്കൊരു അബദ്ധം പറ്റുന്നത് ന്യൂട്ടല്ലയാണെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപരനായിട്ടാണ് ഇവർ ഇത് ഇറക്കിയേക്കണേന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് ന്യൂട്ടല്ലേൻ്റെ ചോക്ലേറ്റ് ഫില്ലിംഗ് ആയിട്ടുള്ള ക്രൊസാൻ്റ് ആണെന്ന് നമുക്ക് തോന്നും കേട്ടോ, പക്ഷെ അല്ല. ഇത് ഞാൻ ശരിക്കും അത് ന്യൂട്ടല്ലേൻ്റെ ആണെന്ന് ഓർത്തിട്ടാണ് എടുത്തത്. എന്തായാലും കഴിച്ചു നോക്കിയിട്ട് പറയാം ന്യൂട്ടല്ലേൻ്റെ വല്ല ഫ്ലേവർ ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഈ കമ്പാരിറ്റീവ്ലി ഈ ക്രോസൻറ്റിൻ്റെ ആ ഷേപ്പ് വളരെ കുറവായിരുന്നു. പിന്നെ ഇത് ചെറുതുമായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലിൻ്റെ ഒരു വലുപ്പത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ക്രോസൻറ്റ് എന്ന് പറയുമ്പോൾ നല്ല വലുപ്പത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതെന്തോ എനിക്ക് അത്രയ്ക്ക് ഷേപ്പും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ബൈറ്റ് എടുത്ത് നോക്കിയിട്ട് ഞാൻ പറയാം ഇതിനകത്ത് ഫില്ലിംഗ് ഉണ്ടോയെന്ന്. ഞാൻ ആദ്യത്തെ ബൈറ്റ് എടുത്തപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഫില്ലിങ് അത്ര അധികമൊന്നും കിട്ടിയില്ല. പിന്നെ ടേസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ശരിക്കും ഈ ക്രോസാനിൻ്റെ ആ ടേസ്റ്റ് ഇതിനകത്തേക്ക് കറക്റ്റ് വന്നിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഫില്ലിങ്ങിന് ന്യൂട്ടല്ലേൻ്റെ ആയിട്ട് ഒരു ബന്ധമില്ല. ന്യൂട്ടല്ലേൻ്റെ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി നമുക്ക് നല്ല ടേസ്റ്റിയാണ്. ഇതിന് ഒരു ടേസ്റ്റ് എനിക്ക് അത്രയും തോന്നിയില്ല. പിന്നെ ഹേസൽനട്ടിൻ്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്താ പറയുക, ന്യൂട്ടല്ലേൻ്റെ ആ ഒരു ഇതുമായിട്ട് ഇവർ അതിൻ്റെ അപരനായിട്ടാണ് ഇറക്കിയത്. പക്ഷേ ടേസ്റ്റ് എനിക്ക് അങ്ങനെ അത്ര തോന്നിയില്ല. ഫില്ലിങ് പിന്നെ കഴിച്ച് ചെന്നപ്പോൾ ഉള്ളിലേക്ക് നല്ലോണം ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടേസ്റ്റ് എനിക്ക് അത്ര വലിയ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു ആവറേജ് ടേസ്റ്റ്. ഞാനൊരു 10 6 കൊടുക്കും.